മലയാള സിനിമയിൽ ട്രെയിലറുകൾ റിലീസായിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ടൊവിനോ തോമസ് നായകനാകുന്ന നരിവേട്ട എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറാണ്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ നടത്തുന്ന പോരാട്ടങ്ങൾ, പോലീസിൻ്റെ വെടിവെപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രെയിലറിൽ അവർ സൂചിപ്പിക്കുന്നത്. അതെല്ലാം വളരെ എന്താ പറയുക, വൈകാരികമായി തന്നെ അവർ ട്രെയിലറിനകത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രെയിലർ ഇപ്പോൾ ഏകദേശം 70 ലക്ഷത്തോളം വ്യൂവും കടന്ന് യൂട്യൂബിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ക് എന്ന സിനിമ സംവിധാനം ചെയ്ത അനുരാജ് മനോഹറാണ് നരിവേട്ടയിലൂടെ എത്തുന്നത്. ടൊവിനോയുടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു പോലീസ് വേഷം ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചേതൻ, സുരാജ് വെഞ്ഞാറമൂട് ഇവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാനമായി എത്തുന്നത്. ട്രെയിലറിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെ കാണാം. അതെല്ലാം പ്രേക്ഷകരുടെ ഇടനെഞ്ചിലേക്ക് തന്നെ കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും കേരള സമൂഹം കണ്ടിട്ടുള്ള ചരിത്രങ്ങൾ അത് സൂചിപ്പിക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യങ്ങളുമുണ്ട്. അതല്ലാത്ത പക്ഷം ഇത് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻസ് ആണെന്ന് ട്രെയിലറിൽ തന്നെ പറയുന്നത് കൊണ്ട് തന്നെ ഏത് ചരിത്രമാണ് ഇത് അവർ എടുത്തിരിക്കുന്നത്, അത് അവരുടെ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് തുടങ്ങി നിരവധി കാര്യങ്ങളുമൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമായിട്ട് മാറുകയാണ് നരിവേട്ട. ടൊവിനോയുടെ തന്നെ കരിയറിൽ എടുത്ത് നോക്കുമ്പോഴേക്കും ടൊവിനോയുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ തന്നെ നടന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നത്തെ ചിത്രമായ ഐഡൻറ്റിറ്റി വലിയ വിജയമായിരുന്നു തിയേറ്ററുകളിൽ. പക്ഷേ ആ ഒരു പ്രതീക്ഷിച്ച വിജയം നേടിയോ എന്നുള്ള ചോദ്യത്തിന് രണ്ട് മറുപടികൾ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ടൊവിനോയുടെ കരിയറിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ട് നരിവേട്ട മാറുകയും ചെയ്യാനുള്ള സാധ്യതയും കൂടി ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ട്രെയിലർ വലിയ രീതിയിൽ തരംഗമാകുന്നത്.